എല്ലാവർക്കും കുക്ക് ടേൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബൂന്തി ലഡ്ഡു ആണ്. അതായത് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന നാടൻ ലഡ്ഡു. ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ലഡ്ഡുവാണ്. പലതരത്തിലുണ്ട് ലഡ്ഡു. നല്ല സോഫ്റ്റായിട്ട് നെയ്യൊക്കെ ചേർത്തിട്ടുള്ളതുണ്ട്. പിന്നെ അതുപോലെ മുത്ത് പോലെ ബൂന്തി ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ലഡ്ഡുണ്ട്. പക്ഷേ എനിക്കിഷ്ടം ബേക്കറികളിലും കല്യാണങ്ങളിലും എല്ലാം കോമൺ ആയിട്ടുള്ള ഈ ഒരു ലഡ്ഡുവാണ്. അപ്പം നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് കടലമാവ് എടുക്കുമ്പോൾ 2 കപ്പ് പഞ്ചസാര തന്നെ എടുക്കുക. നമ്മൾക്ക് ബേക്കറിയിൽ അതേ രീതിയിലുള്ള ഒരു ലഡ്ഡു അല്ലെങ്കിൽ അതേ ടേസ്റ്റിലും മധുരത്തിലുള്ള ലഡ്ഡു കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. 2 കപ്പ് കടലമാവിന് 2 കപ്പ് പഞ്ചസാര. ഞാൻ ഇതേപോലത്തെ മെഷറിംഗ് കപ്പിലാണ് അളന്നെടുക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ കോഫി മഗ്ഗോ ടീ മഗ്ഗോ ആയാലും മതി. ഇനി ചെറിയ ഗ്ലാസ് ആയാലും മതി. ഇനി ചെറിയൊരു പാത്രം ആയാലും മതി. എന്തായാലും ശരി, ഏത് പാത്രത്തിലാണോ കടലമാവ് എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ പഞ്ചസാര അളന്നെടുക്കുക. അതേ പാത്രത്തിൽ തന്നെ വെള്ളം അളന്നെടുക്കുക. അളവ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വേണ്ടത് ഉണക്കമുന്തിരിയാണ്. ഞാൻ ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തെടുത്ത് വെച്ചതാണ്. ഇത് നമ്മുടെ ലഡ്ഡു ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉണക്കമുന്തിരി വറുത്ത അതേ നെയ്യ് നമുക്ക് എടുത്ത് വയ്ക്കാം ലഡ്ഡുവിൽ ചേർക്കാനായിട്ട്. പക്ഷേ ഞാൻ ലഡ്ഡുവിൽ നെയ്യ് ചേർക്കുന്നില്ല. പിന്നെ വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. പിന്നെ വേണ്ടത് കൽക്കണ്ടമാണ്. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കിട്ടുന്ന കൽക്കണ്ടമാണ് മേടിച്ചത്. അപ്പോൾ അതിങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ പല്ലൊക്കെ വേദന എടുക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും പൊടിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ കട്ട, അതായത് നല്ല കഷ്ണങ്ങളായിട്ടുള്ള കൽക്കണ്ടമാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് ചേർത്താൽ മതി. അടുത്തതായി വേണ്ടത് പച്ചക്കർപ്പൂരമാണ്. നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഡ്ഡുവിന് നല്ലൊരു മണമായിരിക്കും. ഇത് ഇത്രയൊന്നും ചേർക്കരുത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്ര എടുത്തുന്നേ ഉള്ളൂ. ഇത് കുഞ്ഞൊരു നുള്ളു മാത്രമേ ചേർക്കാവൂ. നന്നായി പൊടിച്ച് തന്നെ ചേർക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ലഡ്ഡു കഴിച്ചു പോകും. അതായത് ചെറിയൊരു കയ്പ്പ് രസം വരും. അപ്പോൾ നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാനിതുപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കടലമാവൊന്ന് അരിച്ചെടുക്കുകയാണ്. അതിലൊരുപാട് കട്ടയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കട്ടയൊക്കെ മാറി നല്ല ഫൈൻ പൗഡറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. മാത്രമല്ല നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാവും. ഇനി അതല്ല, ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ളു ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം. അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ നല്ലതാണ്. പിന്നെ വേണ്ടത് കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച്, അതായത് 2-3 നുള്ളു മഞ്ഞൾപ്പൊടി. ആദ്യം ഇതൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കടലമാവ് കൂടി അരിച്ചെടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിന് അളവുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ കടലമാവ് എടുത്തത് അതേ കപ്പിൽ 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പം ഞാൻ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ മതി. ഇത് ഞാനിപ്പോൾ വിസ്ക് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മിക്സായി കിട്ടും, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടും ചെയ്താൽ മതി. ഇനി ബാക്കിയുള്ള 1/4 കപ്പ് കൂടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കടലമാവിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ ബാറ്റർ. അതായത് ചില കടലമാവ് ചിലപ്പോൾ 1.25 കപ്പിൽ ചിലപ്പോൾ ലൂസ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളം ചേർക്കുക. നമ്മുടെ ദോശമാവിനെക്കാട്ടിലും ഒരു പൊട്ടിക്ക് ലൂസായിരിക്കണം നമ്മുടെ മാവ്. അഥവാ നമ്മുടെ ബാറ്റർ നല്ല ലൂസായി പോവുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് കടലമാവ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കറക്റ്റ് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ കണ്ണാപ്പ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വട്ടത്തിൽ കറക്കണം. നന്നായിട്ട് കറക്കണോടുകൂടി ചെറിയൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കയ്യിലോ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ബൂന്തിയായിട്ട് വരുള്ളൂ. മാത്രമല്ല ഫ്ലെയിം മീഡിയം ഹീറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാനിവിടെ ഇന്ന് ബൂന്തി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രേറ്ററിലാണ്. നമ്മളെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററിൽ. ഇതാകുമ്പോൾ മാവ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, പുറത്തേക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ തട്ടി കൊടുക്കാനും സൗകര്യമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓർഗാനിക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി പരന്ന പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് സ്ഥിരം ഫ്രൈ ചെയ്യുന്നൊരു പാത്രം ആയതുകൊണ്ട് ഇത് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ലഡു ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ് ബൂന്തി ഉണ്ടാക്കുന്ന സമയം, അതായത് ബൂന്തിയുടെ ആ ഒരു മൂപ്പ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ബൂന്തി ഫ്രൈ ചെയ്യാനായിട്ട്. ഫ്ലെയിം ലോ ആണെങ്കിൽ എണ്ണയുടെ ചൂട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓരോ ഡ്രോപ്പായിട്ട് വീണ് താഴത്തേക്ക് പോകും, അതായത് എണ്ണയുടെ ഏറ്റവും അടിയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് തന്നെ മാറും. അതല്ല, നമ്മൾ മീഡിയം ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ മാവ് ഒഴിക്കും
ഒഴിക്കുമ്പോൾ ഒരു ഡ്രോപ്പ് വീണ് ആ എണ്ണയുടെ സർഫസിലെത്തുമ്പോഴേക്കും അത് ചൂടുകൊണ്ട് ഉരുണ്ട് പോവും. അതാണ് ആ ബൂന്തിയുടെ ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ കാരണം. അപ്പോൾ ദാ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിൽ എണ്ണ തെറിക്കാതിരിക്കുക. എണ്ണ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പാത്രം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാവ് ഒരു കൂടുതൽ മതിയാവും കേട്ടോ, ഒരു കൂടുതൽ മതി. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കണം, ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കണം. ഒരുപാട് ബൂന്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വരും. പക്ഷേ അത് ഒട്ടിപ്പിടിക്കില്ല, മീഡിയം ഹീറ്റ് ആയതുകൊണ്ട്. പക്ഷേ ലോ ഫ്ലെയിം ആണെങ്കിൽ ഒട്ടിപ്പിടിക്കും. ആ മാവ് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വന്നത് നമ്മുടെ ബൂന്തി. അതുകൊണ്ടാണ് മീഡിയം ഹീറ്റിൽ വെക്കാൻ പറയുന്നത്. മാവ് ഒഴിച്ചതിന് ശേഷം ഒരു 6-7 സെക്കൻഡ് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒരുപാടൊന്നും ഇളക്കണമെന്നൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞൊരു 25 മാക്സിമം 30 സെക്കൻഡ്, അതായത് ടോട്ടൽ ബൂന്തി എണ്ണയിൽ കിടക്കേണ്ട സമയമാണ് പറയുന്നത്. 25 മുതൽ 30 സെക്കൻഡ്, ഓരോ ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസം വരും. ആ ഒരു പച്ച മാവിൻ്റെ ടേസ്റ്റ് മാറണം. മാത്രമല്ല മഞ്ഞ നിറം പോകാനും പാടില്ല, മുഴുവനായിട്ട് ബ്രൗൺ കളറിലോട്ട് ആവാനും പാടില്ല. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ പഞ്ചസാര പാനി അബ്സോർബ് ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ലഡു ഉരുട്ടിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സമയം ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മുടെ ബൂന്തി നല്ല സോഫ്റ്റ് ആയിരിക്കണം. നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ക്യാരി ഓവർ കുക്കിംഗ് നടക്കും. അപ്പോൾ എന്തായാലും ഇത്രയൊരു സമയം ധാരാളമാണ്. അത് കഴിഞ്ഞാൽ പുറത്തെടുത്താലും അത് കുക്കായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ല ബൂന്തി നല്ല സോഫ്റ്റ് ആയിരിക്കണം. നമ്മൾ പുറത്തെടുത്ത് ചൂടോടുകൂടി ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇച്ചിരി ക്രിസ്പി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിറം മാറാൻ പാടില്ല. ഇപ്പോൾ ഇത് ഏകദേശം 30 സെക്കൻഡോളം ആയിട്ടുണ്ട്. ഇതായിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിത് മാറ്റണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ട്രിപ്പ് ബൂന്തി എടുത്ത് മാറ്റുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കണം കേട്ടോ. കാരണം നമ്മുടെ അതിൽ കുറച്ച് ബാക്കി ബൂന്തി അതിൽ കിടക്കുന്നുണ്ടാവുമല്ലോ, അതൊന്നും മൂത്ത് പോവും, കൂടുതൽ മൂത്ത് പോവും. അപ്പോൾ അതുകൊണ്ട് അത് വേറൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് അല്ലെങ്കിൽ കണ്ണാപ്പ് വെച്ചിട്ടൊന്ന് എടുത്ത് മാറ്റിക്കോളൂ. സൈഡിൽ കൂടെ നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കണം. പിന്നെ അടുത്ത ബൂന്തി ഇടുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാൻ മറന്നു പോകരുത്. ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ ഇതേപോലെ അരിപ്പ വെച്ചിട്ട് എടുത്ത് മാറ്റണം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യം ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ശരിക്കും പറയാച്ചാൽ ലഡു ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആ ബൂന്തിയുടെ ആ മൂപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുക്കാം. 2-3 പ്രാവശ്യം ബൂന്തി ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഗ്രേറ്റർ അല്ലെങ്കിൽ കണ്ണാപ്പ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഇനി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ വരും. അതായത് ചിലപ്പോൾ ബൂന്തിയൊക്കെ വന്ന് കട്ട പിടിച്ച് വരും. അതൊന്നും പേടിക്കേണ്ട. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പുകളിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ബൂന്തി മുഴുവൻ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ബൂന്തി നല്ല സോഫ്റ്റായി കിട്ടും, അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നല്ല ബ്രൗൺ കളറിലായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ആ ബ്രൗൺ കളറിലേക്ക് ആവാതെ നോക്കിയാൽ മതി. സോഫ്റ്റ് ആയാലും ഇച്ചിരി ക്രിസ്പി ആയാലും ആ യെല്ലോ കളറ് യെല്ലോ ഷെയ്ഡിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോവാതെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ ബൂന്തി ഒന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുത്തോളൂ കേട്ടോ പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട്. ഞാൻ എന്താ ഇതുപോലത്തെ ചീനച്ചട്ടി, നോൺ സ്റ്റിക്ക് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് പഞ്ചസാര നമ്മൾ അളന്നെടുത്ത് വെച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം. നമ്മൾ ഏത് പാത്രത്തിലാണ് പഞ്ചസാര അളന്നെടുത്തത് അതിൻ്റെ 1/2 കപ്പ്. നമ്മൾ 2 കപ്പ് പഞ്ചസാര എടുത്തു, 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് ഇനി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒട്ടുന്ന പരിവായിരിക്കും നമ്മുടെ പാനി. അത്രയും മതിയാവും. ആ തിള വരുന്നതോടുകൂടി നമുക്കിതിലേക്ക് 1 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കളറ് ഞാൻ ചേർക്കുന്നില്ല, നമ്മൾ ആദ്യം മാവിൽ ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടി, ഇപ്പോൾ പാനിയിലും കൂടി ചേർക്കുകയാണ്. ഇതൊരു കുറച്ച് സെക്കൻഡ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും.
ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇത്ര നേരം കട്ട് ചെയ്യാണ്ട് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ടൈം അത് തിളച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമേ അത് തിളച്ചിട്ടുള്ളൂ. ഇതാ കണ്ടോ, ഒട്ടുന്ന പരിവായിട്ടുണ്ട്. ഇത്രയും മതിയാവും. വലുതായിട്ട് സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പകുതിയോളം ബൂന്തി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ഉള്ള ബൂന്തി ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് പൊടിക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അളവുകൾ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുക, ഒരു മാറ്റം വരുത്തരുത്. അളവിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലഡുവിൻ്റെ ടെക്സ്ചർ തന്നെ മാറും. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പകുതി അളവെടുക്കുക, അതായത് 1 കപ്പ് കടലമാവ് എടുക്കുക. അതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളവും പിന്നെ 1-2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഒഴിക്കേണ്ടി വരും ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. പിന്നെ പാനി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് വെള്ളം, അതായത് 4/1 വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ച് വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് തുറക്കാം. ഇതാ കണ്ടോ, നമ്മുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം. ഞാൻ കാണിച്ച ലഡുവിൻ്റെ അതേ ടെക്സ്ചർ കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യണം. അതായത് ചെറിയ ജാർ എടുക്കുക മിക്സിയുടെ, അതിലേക്ക് കുറച്ച് ബൂന്തി ചേർക്കുക. അതായത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ബൂന്തി തന്നെ അത് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടിട്ട് പേസ്റ്റ് ആക്കണ്ട, ഒരു 6-7 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ ബൂന്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടി ഇതേപോലെ ചെയ്യണം. അപ്പോൾ മൊത്തം ഏകദേശം ഒരു 12 ടേബിൾ സ്പൂണോളം അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 12 ടേബിൾ സ്പൂൺ അരച്ചെടുത്തിട്ടുണ്ട് ആകെ. ഇത് ഞാൻ അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പ് കടലമാവിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ ഏകദേശം മാത്രം തന്നെ അരച്ചെടുത്താൽ മതിയാവും. ഇത് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലിപ്പോൾ അത്യാവശ്യം കുറച്ച് ചൂടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കൽക്കണ്ടം ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് മിക്സ് ചെയ്യുന്നില്ല, അത് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ചേർക്കേണ്ടത് കർപ്പൂരമാണ്. കർപ്പൂരം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയൊരു നുള്ളു മാത്രമേ ചേർക്കാവൂ. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ലഡുവിനൊരു കൈപ്രസം വരും. അതുകൊണ്ട് ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ചേർത്താൽ നല്ലൊരു മണം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറുതായിട്ട് വളരെ കുറച്ച് ചേർക്കാവൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലഡു പിടിച്ചു തുടങ്ങാം. ലഡുവിൻ്റെ വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനൊരു മീഡിയം സൈസ് ലഡുവാണ് പിടിക്കുന്നത്. ഒരുവിധം ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മുന്തിരിങ്ങ വെച്ചിട്ടും കൂടി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. നല്ല ഫോഴ്സ് കൊടുത്തിട്ട് വേണം നമ്മുടെ ലഡു പിടിക്കാനായിട്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ ഉരുട്ടാൻ പാടില്ല. ഇതിവിടെ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഫോഴ്സ് കൊടുത്തിട്ട് ഉരുട്ടണം. ഇടയിൽ നമ്മുടെ ബൂന്തി ഒന്ന് തണുത്ത് പോവുകയാണെങ്കിൽ ലഡു പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വേറൊന്നും ചെയ്യേണ്ട, നേരിട്ട് അടുപ്പത്ത് കൊണ്ടുവയ്ക്കുക. ഒരു 10-12 സെക്കൻഡ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ചൂട് തട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും പിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടി ഞാൻ ഒരു ട്രിപ്പ് ഉരുട്ടിയിട്ടേ ഉള്ളൂ. ഇനി ഒന്നുകൂടി നന്നായിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് നല്ല ഷേപ്പ് കൊടുക്കണം. ഈ ലഡു കഴിക്കാനായിട്ട് പിറ്റേ ദിവസമാണ്, അതായത് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ടേസ്റ്റ്. ആ മധുരമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരാം. ആദ്യം ഉണ്ടാക്കിയ ഉടനെ നമുക്ക് നല്ല മധുരമായിട്ട് തോന്നും, പക്ഷെ പിറ്റേ ദിവസം നമ്മൾ കഴിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ടൈമും ഞാൻ ലഡു ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. 27 ലഡുവാണ് എനിക്ക് കിട്ടിയത്. ഇത് ശരിക്കും കുറച്ച് നേരം ഇരിക്കണം ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ അറിയാനായിട്ട്. പക്ഷെ ഞാനൊന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടോ, പുറത്തുനിന്ന് മേടിക്കുന്ന ലഡുവിൻ്റെ അതേ ടെക്സ്ചറാണ്, ടേസ്റ്റും അത് തന്നെയാണ്. ഇത് ഞാൻ ലഡു ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ്. ഇങ്ങനെയാണ് ഈ ലഡു ഇരിക്കുന്നത്. ഇതിപ്പോൾ ഫ്ലാഷ് ഇട്ടിട്ടാണ്, ഫ്ലാഷ് ഇടാതെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് തരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.